സെപ്റ്റംബർ 1 വിശുദ്ധ ഗൈൽസ്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ ഏറ്റവും പ്രശസ്തരായ വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ഗൈൽസ്. ജർമ്മൻകാർ രോഗസൗഖ്യത്തിനും മരണസമയത്ത് ആശ്വാസം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന 14 സഹായക വിശുദ്ധരിൽ ഒരാളാണ് ഈ വിശുദ്ധൻ. ഗ്രീസിലെ ആഥൻസിൽ ഒരു രാജകീയ കുടുംബത്തിൽ ക്രിസ്തുവർഷം 650 ഗൈൽസ് ജനിച്ചത്. തികഞ്ഞ ആത്മീയ മനുഷ്യനായി വളർന്ന അദ്ദേഹം മാതാപിതാക്കളുടെ മരണശേഷം സമ്പത്തെല്ലാം വിറ്റ് പാവങ്ങൾക്ക് നൽകി. തുടർന്ന് ഫ്രാൻസിലെത്തിയ അദ്ദേഹം റോൺ നദീമുഖത്തുള്ള ഒരു ഗുഹയിൽ ഏകാന്ത ധ്യാനവും പ്രാർത്ഥനയുമായി ജീവിച്ചു. ഒരു അത്ഭുത പ്രവർത്തകൻ എന്ന നിലയിൽ പ്രസിദ്ധനായ അദ്ദേഹം മറ്റുള്ളവരുടെ സാമീപ്യവും പ്രശസ്തിയും ഒഴിവാക്കാൻ ഉൾവനത്തിലേക്ക് പ്രവേശിച്ച് ഒരു ഗുഹയിൽ ഏകാന്ത സന്യാസിയായി ജീവിച്ചു. ഗുഹയുടെ വാതിൽക്കൽ വണ്ണമുള്ള ഒരു മുൾച്ചെടി കാവലായി നിന്നിരുന്നു. ഗൈൽസിന് ഭക്ഷണത്തിനായി പാൽ നൽകുവാൻ ദൈവം ഒരു മാനിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചതായി ഒരു കഥയുണ്ട്. അനേക വർഷങ്ങൾ ഗൈൽസ് അവിടെ ഏകാന്ത ധ്യാനത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞു. ഒരു ദിവസം ഒരു രാജകീയ വേട്ടസംഘം ഒരു മാനിനെ പിന്തുടർന്ന് ഗൈൽസിൻ്റെ ഗുഹയുടെ സമീപം എത്തി. വേട്ടക്കാരൻ മാനിനു നേരെ എയ്ത അമ്പ് ഗൈൽസിൻ്റെ കാലിലാണ് കൊണ്ടത്. അത് അദ്ദേഹത്തെ വികലാംഗനാക്കി. അദ്ദേഹത്തെ ചികിത്സിക്കാൻ രാജാവ് ഡോക്ടർമാരെ അയച്ചു. ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നുവെന്ന് ഗൈൽസ് രാജാവിനെ അറിയിച്ചെങ്കിലും രാജാവ് പലപ്പോഴും അദ്ദേഹത്തെ കാണാനെത്തി. വിസിഗോത്ത് രാജാവായ വാമ്പയാണ് ഈ രാജാവെന്ന് പറയപ്പെടുന്നുണ്ട്. തുടർന്ന് സന്യാസിയും അത്ഭുത പ്രവർത്തകനുമെന്ന നിലയിൽ ഗൈൽസ് പ്രശസ്തനായി. അദ്ദേഹത്തിൻ്റെ ശിഷ്യരായി ധാരാളം പേർ എത്തി. ഫ്രഞ്ച് രാജാവ് ഗൈൽസിനും ശിഷ്യർക്കുമായി ഒരാശ്രമം നിർമ്മിച്ച് നൽകി. ഗൈൽസ് അതിൻ്റെ ആദ്യത്തെ മഠാധിപതിയായി. ആശ്രമത്തിൻ്റെ പരിസരം ഒരു പട്ടണമായി വളർന്നു. ഗൈൽസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കബറിടം ഒരു ദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമായി മാറി. വികലാംഗരുടെയും യാചകരുടെയും മനോരോഗികളുടെയും ദരിദ്രരുടെയുമൊക്കെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ഗൈൽസ്. വികലാംഗരുടെ സൗകര്യത്തിനായി ധാരാളം ദേവാലയങ്ങൾ വിശുദ്ധൻ്റെ നാമത്തിൽ ഇംഗ്ലണ്ടിൽ പണിയപ്പെട്ടിട്ടുണ്ട്. ദരിദ്രരുടെ രക്ഷാധികാരിയായി കരുതപ്പെടുന്ന വിശുദ്ധൻ്റെ നാമത്തിൽ പാവങ്ങൾക്ക് ദാനധർമ്മങ്ങൾ നൽകുക യൂറോപ്പിൽ പതിവായിരുന്നു.